ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ CPM-ന് അടികൂടി വരികയാണ്. അതെ, കാരണം പ്രഗത്ഭരായിട്ടുള്ളവർ പാർട്ടിയുമായിട്ട് ഇടയുന്നു. പാർട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, പക്ഷേ ഇടഞ്ഞു നിൽക്കുകയാണ്. നിൽക്കുന്നവരിൽ പലരും അതൃപ്തരാണ്. ഇപ്പോൾ KK ശൈലജ തന്നെ വളരെ അതൃപ്തിയോടുകൂടിയാണ് നിൽക്കുന്നത്. ഇപ്പോൾ G സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കുന്നില്ല. ആലപ്പുഴ ജില്ലയിലെ അതികായനാണ്, കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. 63 വർഷമായിട്ട് CPM-ന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ്. ഇപ്പോൾ പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ CPM നേരിടാൻ പോകുന്ന വലിയൊരു പ്രതിസന്ധിയായിരിക്കും, അല്ലേ? അതെ, കാരണം 63 വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാവവും G സുധാകരൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്, ഞാൻ ഇനി എൻ്റെ പാർട്ടി കാർഡ് പുതുക്കുന്നില്ല. അപ്പോൾ അതിനർത്ഥം കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ ചിലപ്പോൾ അമ്പലപ്പുഴ സ്ഥാനാർത്ഥിയാക്കി കൂടുന്നില്ല. ആ ഒരു ഇത് നമുക്ക് ചിന്തിച്ചുകൂടുന്നില്ല. ചിലപ്പോൾ അന്തർധാരയിൽ ഇവർ ചർച്ചകൾ നടന്നു എന്നുള്ളത് ഉണ്ട്. ഇടയ്ക്കൊരു സ്തുതി ഉണ്ടായിരുന്നു, അദ്ദേഹം BJP-യിലേക്ക് ചേക്കേറുന്നു എന്നുള്ള. അത് അദ്ദേഹം തന്നെ അത് നിഷേധിക്കുകയും ചെയ്തു. അപ്പോൾ സുധാകരനെ പോലുള്ളവർ, മൂന്നാറിലെ രാജേന്ദ്രനെ പോലുള്ളവർ, കൊട്ടാരക്കര ഐഷ പോറ്റിയെ പോലുള്ളവർ, PK ശശിയെ പോലുള്ളവർ, ഒരു വലിയ ഒഞ്ചിയത്തെ ഒരു വേണു എന്ന് പറയുന്നവർ, ഒറ്റപ്പാലത്തൊരു രാകേഷ്, പാലക്കാട് ഇന്ന് വിമത കൺവെൻഷൻ നടക്കുന്നു. അതിൽ KTDC മുൻ ചെയർമാനും മുൻ MLA ആയിട്ടുള്ള PK ശശി അതിൽ പങ്കെടുക്കുമെന്നും പറയുന്നു. പിന്നെ VS-ന്റെ പഴയ VS-ന്റെ PA-യും സുരേഷ് മകൻ അമ്പലപ്പുഴ സ്ഥാനാർത്ഥിയാകുമെന്നും പറയുന്നു, VS-ന്റെ മകൻ. അപ്പോൾ മാർക്സിസ്റ്റ് താത്വാധികാചാര്യന്മാരിൽ ബഹുഭൂരിപക്ഷവും കുടുംബത്തിലുള്ളവർ ബഹുഭൂരിപക്ഷവും പാർട്ടിക്ക് പുറത്തേക്ക് പോകുമ്പോൾ കേരളത്തെ CPM ഇന്ന് ഒരു പിണറായി വിജയൻ പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡായി മാറിയിരിക്കുന്നു. അതിനെ നയിക്കുന്ന CEO-മാരായിട്ട് ഗോവിന്ദൻ മാഷ പോലുള്ളവരുണ്ട്. അപ്പോൾ മാഷും പഴയ കോഴിക്കോട് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി മോഹനൻ മാഷൊക്കെ ഒരു കുടുംബ ബെൽറ്റാണ്. ഇപ്പോഴത്തെ കണ്ണൂർ സെക്രട്ടറി KK രാഗേഷ് ബന്ധുക്കളാണ്. AP ജയരാജ് മാഷയുടെ ഭാര്യയാണ് അടുത്തത്, KK ശൈലജ. ഗോവിന്ദൻ മാഷയുടെ ഭാര്യ തന്നെ ഇലന്തൂർ നഗരസഭ ചെയർമാനായിരുന്നു. ഒരു വ്യവസായി കല്യാണ മണ്ഡപം ചെയ്തപ്പോൾ പെർമിഷൻ കൊടുക്കാതെയൊക്കെ മരിച്ചില്ലേ, ഓർമ്മയില്ലേ ചേട്ടനത്? അപ്പോൾ ഇത്തരത്തിൽ അഴിമതിയിലും സ്വജനപക്ഷ കുടുംബ രാഷ്ട്രീയത്തിൻ്റെയും ലിമിറ്റഡ് കമ്പനിയായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പാർട്ടിയെ നയിച്ച ഒരു വിഭാഗം കണ്ണൂർ. ഇപ്പോൾ കണ്ണൂർ എന്ന് പറയുമ്പം പോളിറ്റ് ബ്യൂറോയാണ്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് ഇന്ന് ഡൽഹിയല്ല, കണ്ണൂരാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ലീഡർ കണ്ണൂർ, DYF-യുടെ ലീഡർ കണ്ണൂർ, SFI-യുടെ ലീഡർ കണ്ണൂർ, പാർട്ടിയുടെ ലീഡർ മാഷർ കണ്ണൂർ, വിവിധ ബഹുജന വർഗ പ്രസ്ഥാനങ്ങൾ അവർ പറയുന്നതിൻ്റെ ലീഡേഴ്സ് എല്ലാം കണ്ണൂരാണ്. അപ്പോൾ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് നിയന്ത്രിക്കുന്നത് പിണറായിയിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറാണ്. അദ്ദേഹം പറയുന്ന കേട്ട് പഞ്ചപുച്ഛമടക്കി നിൽക്കുന്നു. ഒരു വാക്കെങ്കിലും എതിർക്കുന്നവർ പുറത്തേക്ക്, നമ്മുടെ സുധാകരനും ഐഷ പോറ്റിയും രാജേന്ദ്രൻ ശശി പോലുള്ളവർ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആ കേഡർ സ്വഭാവത്തിന് എന്ത് പറ്റി എന്നുള്ളതാണ്. ഇതാണ് നീണ്ട 25 വർഷത്തിന് മുമ്പേ ബഹുമാനപ്പെട്ട MP രാഘവൻ പറഞ്ഞത്. MP രാഘവൻ്റെ ബദൽ രേഖയിൽ സൂചിപ്പിച്ചത് സർവാധിപത്യത്തിന് ഉപരി ഉൾപാർട്ടി ജനാധിപത്യവും വർഗവഞ്ചക പരീക്ഷകളർന്ന് മുദ്ര കുത്തുവാൻ പാടില്ല, നമ്മുടെ കൂടെ കൂട്ടണം. അതുകൊണ്ട് അഖിലേന്ത്യാ മുസ്ലിം ലീഗിനെയും കൂടി ഘടകകക്ഷിയാക്കിയാൽ എന്ത് തെറ്റ്? ബംഗാളിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ അധികാരത്തിൽ വരുവാൻ ബംഗ്ലാ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രാദേശിക കോൺഗ്രസിന് കൂട്ടുപിടിച്ചുകൊണ്ടാണ് 45 വർഷത്തിന് മുമ്പേ സോമനാഥ് ചാറ്റർജിയും അദ്ദേഹത്തിൻ്റെ അച്ഛനും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഉണ്ടാക്കിയത്. അപ്പോൾ അതിനെ എതിർത്തവരാണ് പിണറായിയും ഗോവിന്ദൻ മാഷും. അതിന് കൂട്ടുനിന്നതാണ് സുധാകരനും ഗൗരിയമ്മയും. ഇന്ന് ഗൗരിയമ്മയുടെ അവസ്ഥ എന്ത്? അവസാനത്തെ കണ്ണിക 65 വർഷമായപ്പോൾ സുധാകരൻ്റെ അവസ്ഥ എന്ത്? ഇതിനെ പരോക്ഷമായിട്ട് എതിർത്തതാണ്
തമിഴ് വംശ നേതാവായിരുന്ന VSൻ്റെ സന്തത സഹചാരിയായിരുന്ന നമ്മുടെ രാജേന്ദ്രൻ എന്തവസ്ഥ? അപ്പോൾ അന്ന് രാഘവനെയും ഗൗരി അമ്മയും എല്ലാം പുറത്താക്കി അതിൻ്റെ ഇത് പാർട്ടിയിൽ ഏത് ഉന്നതനായാലും നടപടിയെടുക്കും. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുടുംബാധിപത്യമെന്ന് പറയുന്ന കണ്ണൂർ നടപടിയെടുക്കുന്നില്ല? അവിടെയാണ് ഒരു ചോദ്യചിഹ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഈ ലിമിറ്റഡ് കമ്പനി. അപ്പോൾ സുധാകരനെ പോലുള്ള ആദർശവൻ നല്ലൊരു PWD മന്ത്രിയായിരുന്നു. അല്ല, ഈ CPM ഇത്രത്തോളം ഇടഞ്ഞു നിൽക്കുന്നത് പലരും, ചിലർ പാർട്ടി വിടുകയും ചെയ്യുന്നു. ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ BJPക്ക് ഗുണം ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റും. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും കൂടുതൽ ഗുണം വരുന്നത് BJPക്കാണ്. കോൺഗ്രസ്സിന് ഗുണം വരികയില്ല. കാരണം കോൺഗ്രസ് ഇടത് കാലിലെ മന്ത് വലത് കാലിൽ 5 വർഷമാകുമ്പോൾ, അടുത്ത വലത് കാലിലെ മന്ത് ഇടത് കാലിലേക്ക് വരും അടുത്ത 5 വർഷമാകുമ്പോൾ. ഇങ്ങനെ ഇടതുപക്ഷവും UDF LDF എന്ന് പറഞ്ഞ് 60 വർഷം കേരളത്തെ വളരെ കൊടും ദാരിദ്ര്യത്തിലേക്ക് എത്തിച്ചത്, ജനങ്ങൾക്ക് ഇന്നൊരു അമർഷമുള്ളത്, ഇതെല്ലാം BJPക്ക് ഗുണമായി മാറും. അതുകൊണ്ടാണ് ടെക്നോക്രാറ്റ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ഈ IT വിദഗ്ധൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ ക്യാപ്ഷൻ മാറാത്തത് മാറും. അപ്പോൾ ഇവരൊന്നും പാർട്ടി താത്വികാചാര്യന്മാർ പറയുന്ന കേട്ട് മാറാതിരുന്നവരാണ്. ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഐഷ പോറ്റി പോലും ഭാരതീയ ജനതാ പാർട്ടിയാണ് ആദ്യമായിട്ട് ചർച്ച. എനിക്കതിൽ 1-2 വ്യക്തികളെ അറിയാം. നമ്മുടെ വാമന കിളിമാനൂരൊക്കെ ഒരു കല്യാണ ഫംഗ്ഷനൊക്കെ വന്നപ്പോൾ സംസാരിച്ച് പാർട്ടിയിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞതാണ്. എന്തോ ചെറിയ അതൃപ്തി കൊണ്ടാണ് കോൺഗ്രസ്സുകാർ ടക്കനെ പൊക്കിയെടുത്ത് അവരുടെ സമ്മേളനത്തിന് കൊണ്ടുപോയി മെമ്പർഷിപ്പ് കൊടുത്ത് സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞത്. ഇത് ഭാരതീയ ജനതാ പാർട്ടി ചെയ്തിരുന്നെങ്കിൽ ഐഷ പോറ്റി BJPയിൽ വരുമായിരുന്നു. ആ രീതിയിലുള്ള ചർച്ചകൾ നടന്നു. അതേപോലെ രാജേന്ദ്രൻ കോൺഗ്രസ്സുകാർ സമീപിച്ചു. അദ്ദേഹം ഒരു നിലപാടിൽ ഉറച്ചു നിന്നു. ഇനി കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം, ഈ സ്വന്തം കുഴിയിലേക്ക് അങ്ങ് താഴ്ന്ന് ചെളിയിൽ പോകുന്ന പ്രസ്ഥാനത്തിൽ ഞാൻ എന്തിനു വരണം? അദ്ദേഹം ബുദ്ധിമാനാണ്, ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നു. അപ്പോൾ ഇത്തരം വോട്ടുകൾ ആലപ്പുഴയിൽ അല്ലാതെ തന്നെ 8 പഞ്ചായത്ത് BJP ആലപ്പുഴ ഭരിക്കുന്നു. ഈ ഒരു സുധാകരൻ സഖാവിൻ്റെ രംഗപ്രവേശവും ഈ നിലപാടോടുകൂടി സുഖമായിട്ട് കായംകുളം BJPക്ക് ജയിക്കാൻ കഴിയും, അമ്പലപ്പുഴ BJPക്ക് ജയിക്കുവാൻ കഴിയും. അതുപോലെ നമ്മുടെ കുട്ടനാട് സീറ്റ് BJPക്ക്. ആലപ്പുഴയിലാണ് ഈ CPM-നകത്ത് ഇപ്പോൾ കൂടുതൽ വിഭാഗീയതയൊക്കെ ആലപ്പുഴ. തോമസ് ഐസക്കിന് സീറ്റില്ല. തോമസ് ഐസക്കിനെ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് നിർത്തി. അല്ല, തോമസ് ഐസക്കിന് ഇതിനൊരു ബഹുരസം. അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ കിഫ്റ്റിയുടെ പല കാര്യങ്ങളും പുള്ളി പത്രക്കാർക്ക് ചോർത്തി കൊടുക്കും. പിണറായി പറഞ്ഞു എന്തായാലും സീറ്റ് കൊടുക്കില്ല, തിരുവനന്തപുരം സെൻട്രലിൽ മത്സരിപ്പിക്കും എന്ന ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. കാരണം അത് ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ കൊടുത്തിരുന്ന സീറ്റാണ്. പക്ഷേ ഇടയ്ക്ക് പറഞ്ഞ് ഘടകകക്ഷികളുടെ നിന്ന് സീറ്റ് എടുക്കില്ല എന്നും പറയുന്നുണ്ട്. അല്ല, കോവളം സീറ്റിലും നീലനൊക്കെ നിൽക്കുന്നതുകൊണ്ട് തിരിച്ചെടുക്കുമെന്ന് പറയുന്നു. അവിടെ ചാൻസ് വരുന്നത് കൂടുതലും പഴയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റൂഫസ് ഡാനിയലിൻ്റെ മകൻ ഭഗത്തിനാണ്. അദ്ദേഹം നല്ലൊരു ജില്ലാ കൗൺസിൽ മെമ്പറായിരുന്നു. പുതിയ പദ്ധതികൾ കൊണ്ടുവന്നു. അവിടുത്തെ നമ്മുടെ ആ വങ്ങാനൂർ പഞ്ചായത്തിലെ തണ്ണീർത്തടം പദ്ധതികൾക്ക് വേണ്ടി, വെള്ളായണി കായൽ സംരക്ഷണത്തിന് വേണ്ടി വങ്ങാനൂർ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നപ്പോൾ റൂഫസ് ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്തു. അപ്പോൾ നീലനെ പോലുള്ളവർ അവർക്ക് സീറ്റ് കൊടുക്കരുതെന്ന് പറയുന്നു. അതേപോലെ ഇദ്ദേഹത്തിന് ഐസക് സാറിന് തിരുവനന്തപുരത്ത് സീറ്റ് കൊടുത്തില്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പഴയ പല കാര്യങ്ങളും പുറത്താകും. ഇപ്പം ഇവിടെ ആകെ സീറ്റ് പഴയതിലുള്ളതിൽ IB സതീശൻ മാത്രമേ സീറ്റ് പറയുന്നുള്ളൂ. പിന്നെ ജോയി സഖാവിനും സീറ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തിരുവനന്തപുരം ജോയിക്ക് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് A റഹീമിനെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആക്കി നിർത്തിയിരിക്കുന്നത്. അതെ. അതുമല്ല, ഇതിലൊരു ബഹുരസം. ഈ 14 സീറ്റിൽ വിജയനാഥ് ചേട്ടൻ ആലോചിച്ച് നോക്കണം. 13 സീറ്റും ഇടതുപക്ഷവും CPIയും എല്ലാവരും ഒക്കെയാണ്. ഈ 13 MLA-മാർ ഈ 5 വർഷം കൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ത് ചെയ്തു? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതൊരു ചോദ്യമാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ചെയ്യേണ്ട കാര്യം തന്നെ. അതെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പോക്കുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് മാറാത്തത് മാറുമെന്ന ക്യാപ്ഷനിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണകരമായി മാറും. പല വ്യക്തികളും പ്രമുഖർ ഇനിയും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.